അനകസംഖ്യകൾ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ അതേ സംഖ്യ ഒഴികെ മറ്റ് ഘടകങ്ങളുടെ തുക അതേ സംഖ്യ തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അനകസംഖ്യ അല്ലെങ്കിൽ പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ അനകസംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് അതിന്റെ ഘടകങ്ങൾ 6 സമം 1 ഗുണിക്കണം 6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6നെ നമുക്ക് 2 ഗുണിക്കണം 3 എന്ന് എഴുതാം. അപ്പൊ 6ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? 1, 2, 3, 6. 4 ഘടകം ഉണ്ടാവും. 1, 2, 3, 6. ഇതിൽ അതേ സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് 6ആണ്. ഈ 6നെ ഒഴിവാക്കിയിട്ട് എക്സ്ക്ലൂഡ് ചെയ്യാം. 6നെ ഒഴിവാക്കിയിട്ട് മറ്റ് ഫാക്ടേഴ്സ് കൂട്ടിയാൽ, അതായത് 1 + 2 + 3 എന്ന് പറയുന്നത് 6 തന്നെ കിട്ടും. അതുകൊണ്ട് 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്, ഒരു അനകസംഖ്യയാണ്. 6ന് ശേഷമുള്ള അനകസംഖ്യ എന്ന് പറയുന്നത് 28ആണ്. 28ന്റെ ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. 28ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. 1 × 28 28ആണ്. 2 × 14 28ആണ്. അതുപോലെ 4 × 7 28ആണ്. അപ്പോൾ 28ന്റെ ഘടകങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ 28 ഘടകങ്ങൾ എന്ന് പറയുന്നത് 1, 2, 4, 7, 14, 28ആയിരുന്നു. അതിന് എത്ര ഘടകമുണ്ട്? 6 ഘടകം ഉണ്ടാവും. 1, 2, 3, 4, 5, 6 ഘടകം ഉണ്ടാവും. ഇതിൽ അതേ സംഖ്യ എന്ന് പറഞ്ഞാൽ 28ആണ്. ഈ 28നെ ഒഴിവാക്കിയിട്ട് അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് മറ്റ് ഫാക്ടേഴ്സ് കൂട്ടിയാൽ 1 + 2 + 4 + 7 + 14 എന്ന് പറയുന്നത് 1, 2, 3, 3, 4, 7, 7, 14, 14, 14, 28 കിട്ടും. അപ്പോൾ അതേ സംഖ്യയായിട്ട് മാറും. അതുകൊണ്ട് ഈ ഘടകങ്ങളുടെ തുക 28 തന്നെ ആയതുകൊണ്ട് 28 എന്നത് ഒരു അനകസംഖ്യയാണ്. ഇനി അടുത്ത അനകസംഖ്യ എന്ന് പറയുന്നത് 496 ആണ്. 496 ആണ് അടുത്ത അനകസംഖ്യയായിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഇപ്പം 1000-ൽ താഴെ അനകസംഖ്യകൾ കേവലം 3 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 28, 496. ഇതാണ് 1000-ൽ താഴെയുള്ള 3 അനകസംഖ്യകൾ. 1000-ന് ശേഷം വരുന്ന ആദ്യത്തെ അനകസംഖ്യ ഏതാണെന്നത് കമന്റ് ചെയ്യൂ.